അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരായ പുണ്യർ സ്വഹാബത്തും അവരുടെ ആ സുവർണ കാലത്തിനു ശേഷം പരിശുദ്ധ ദീനീ പ്രചരണത്തിന് വേണ്ടി നാനാത്മിക മേഖലയെ സജീവമാക്കിയ 4 അക്താബിങ്ങളിൽ പ്രമുഖരാണ് മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ മഹാനായ റിഫായി ഷഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആത്മീയ ദാഹം തീർത്ത് ഹിദായത്ത് നൽകുന്ന റിഫായി ത്വരീഖത്തിൻ്റെ ആത്മീയ നായകനാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അത്ഭുതകരമാണ് അവിടുത്തെ ജീവിതം. റഹ്മാനിയത്തിൻ്റെ വിശേഷണം ലോകത്ത് പ്രകടമാക്കുന്നവരാണ് മഹാന്മാരായ മഹത്തുക്കൾ. ജാതിമത വർഗ വൈജാത്യങ്ങൾക്കപ്പുറം കർണാർദ്രമായ സ്നേഹവും സമാധാനവും അറിവും പകരുന്നവരാണ് അക്താബീങ്ങൾ. സഹജീവി സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും തുല്യതയില്ലാത്ത ചരിത്രമാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റേത്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണനാമം അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്നാണ്. ബിസ്മി തൂതി പേരും തൂതിയും സ്വലവാത്തും ബേദാംബർക്കാക്കി ആതീനാൽ തുടങ്ങുവാൻ ആശിഖുടയവൻ ഏകല്ലരുളാലേ ഹാശിംബനി കീള തന്നിൽ ഫിറന്നോവർ അസ്തം ഉദയവും കേളി മികച്ചോവർ അശകൾ കിനാദിയിൽ ബേദാംബർ കണ്ടോവർ ഭശനം ബേദാംബരെ റൂഹ് പറഞ്ഞന്ന് ബഗയാൽ വലികൾക്ക് മുൻപായി പടച്ചോവർ. മഹാനായ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് ജനിച്ചതും ജീവിച്ചതും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രമായിരുന്നു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായ ബനു ഹാഷിമിലാണ് അവിടുന്ന് മഹാനവറുകൾ ജനിക്കുന്നത്. ഇലാഹിയത്തിലേക്ക് സർവ്വതും സമർപ്പിച്ച് ഏകനായ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ജീവിതം തുടങ്ങി. മഹാൻ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല അവിടുന്ന് ഉലകത്തിൻ്റെ വലിയവനാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഭാവമുതുകില്ല മർന്നോരോ കാലത്ത് ഭാഷം അക്സെന്ന് മഖാമെന്ന് ചൊന്നോവർ ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ള തായാറി ദാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകന റഹ്മത്തുൽ കബീറെന്ന് ചൊന്നോവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ് അല്ലാഹ് കബീറെന്ന് അവരെ വിളിച്ചാരെ ഉലകർ ഫെരിഫമായി എന്നും വിളിപ്പോവർ. മഹാനായ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് വഹദാനിയത്തിലേക്ക് അഥവാ അള്ളാഹുവിൻ്റെ ഏകാത്മതയിലേക്ക് അവിടുന്ന് ജീവിതം എങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഗൗസ് എന്ന മക്കാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഗൗസുൽ ആലം റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തൻ്റെ മാതാവ് ഗർഭം ചുമക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് അല്ലാഹു തആല വഹി നൽകുകയാണ്. എന്താണ് വഹി നൽകുന്നത്? പറയുകയാണ്,
ഔസുൽ ആലമാണ് നിങ്ങളുടെ വയറ്റിലുള്ളത്. മാത്രമല്ല ഈ ലോകം മുഴുവൻ ഹിദായത്താക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ ഹിദായത്താക്കുന്ന ഒരു സൽപുത്രനാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് മാതാവ് ചോദിക്കുന്നതായി കാണാം, മകനാണോ മകളാണോ? അല്ലാഹു തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മകനാണ്. മകൻ എന്ന് പറഞ്ഞാൽ കബീറാണ്, എല്ലാവരേക്കാൾ വലിയവരാണ് എന്ന് അവിടുന്ന് അല്ലാഹു തആല വഹിയിലൂടെ ആ മാതാവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലല്ലാഹ് വസ്സിൽ മുറാദനാ അൻഹു റളിയല്ലാഹ്. മുന്നം ഒരിക്കൽ 40 നാളിൽ മൂല കൂടിക്കും കാലം മുലനെ തൊടാതോവർ ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ. ഇവർ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ, എങ്കിലോ നിന്നെ ഞാൻ അവൽ മഖാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. എൻ്റെ മജ്‌ലിസിൽ ദിക്റും ഖുർആനും എണ്ണിയ ദോഷം ഒന്നില്ലെന്ന് ചൊന്നോവർ. മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുഹു. റമളാൻ ആകുന്ന സമയത്ത്, റമളാനും തുടർന്നുള്ള 10 ദിവസവും അവിടുന്ന് തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ അവിടുന്ന് കുടിക്കാതിരിക്കുകയാണ്. അവിടുന്ന് അകറ്റുകയാണ് ചെയ്തത്. മാതാവ് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അകറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല ഇബ്ലീസ് അവിടുന്ന് പേപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല, നീ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറയുകയാണ്. മാത്രമല്ല അവിടുന്ന് ഇബ്ലീസിനെ അവിടുന്ന് പ്രബോധനത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, മഹാനായ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല നമ്മെ വിധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.